ഇന്ന് എന്റെ വീട്ടില് ഗസ്റ്റ് ഉണ്ട്, ഫരീദയും മക്കളും. അപ്പൊ കട്ടുണ്ടോ ഗൈസ്? അതല്ല ഞാനിട്ടു എന്നാ ഓക്കെ ശരി ഗൈസ്. ഓളെ തൊണ്ട കൊടുങ്ങണ്ട. പിന്നെ ഗൈസ് അതിന്റെ കൂടെ ഒരു കട്ടൻ ചായ. ഗൈസ് ഇത് നമ്മൾ തലശ്ശേരിയിലെ മാക്സിൽ പോയതാണ്. അപ്പോൾ അവിടെ 250 രൂപേൻ്റെ ഓഫർ ഉണ്ടായിരുന്നു. 250 രൂപയുടെ ഒരു സ്കീം ചേർന്നതിന് ഒരു കൊല്ലത്തേക്ക് നമുക്ക് റിഡക്ഷൻ കിട്ടും. ഞാൻ ചേർന്നിട്ടുണ്ട് ഗൈസ്. 1 വീക്കിനുള്ളിൽ ഓൺലൈൻ റിഡക്ഷൻ അത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ബാക്കി എനിക്ക് അവിടെ പോയാൽ കിട്ടുമായിരിക്കും. ഞാൻ അത് പോയി കഴിഞ്ഞിട്ട് വേണം ആ റിഡക്ഷൻ എനിക്ക് കിട്ടാൻ. ഏത് ഡ്രസ്സ് വാങ്ങിച്ചാലും അതിനകത്ത് നമുക്ക് 250 രൂപേൻ്റെ ഒരു ഡിസ്കൗണ്ട് തരുമെന്ന് അവർ പറയുന്നത്. അതിനെക്കുറിച്ചാണ് അവൾ അവിടെ സംസാരിക്കുന്നത്. അന്നേരം അതിന്റെ കൂടെ ഇതും കിട്ടും ഡിസ്കൗണ്ട്. ആതിര ആ 2 മാസത്തെ വാലിഡിറ്റി കഴിഞ്ഞിട്ട് അടുത്ത 2 മാസത്തിനുള്ളിൽ. പിന്നെ ഞാൻ എൻ്റെ കുട്ടികൾക്ക് 2 ട്രൗസറും ടീഷർട്ടും വീട്ടിൽ നിന്ന് ഇടാൻ വാങ്ങിച്ചു കൊടുത്തിരുന്നു. പിന്നെ ഒരു ജോഡി പാൻറ്റും ടീഷർട്ടും, ഫിദുവിന് ഒരു പാൻറ്റും ടീഷർട്ടും വാങ്ങിച്ചു കൊടുത്തു. അതെടുക്കാൻ ഞാൻ വിട്ടുപോയി, വീഡിയോസ് എടുത്തിരുന്നില്ല. പിന്നെ ഞാനൊന്നും എടുത്തിട്ടൊന്നുമില്ല. 26-ാം തീയതി തൊട്ട് ഫുള്ള് ഡിസ്കൗണ്ട് ആണെന്നൊക്കെ പറഞ്ഞ് അതെല്ലാം കേട്ടിട്ട് ഞാനിങ്ങനെ ഇരിക്കുക. 26-ന് എനിക്ക് മെസ്സേജ് വരുമെന്ന് പറഞ്ഞാൽ ഇന്ന് വരെ ഒരു മെസ്സേജ് വന്നിട്ടും ഇല്ല. അങ്ങനെ അവിടുന്ന് അതിനുശേഷം ഞങ്ങൾ ഇവിടത്തേക്ക് പോയി. ABK നയർ റോഡിൽ നമുക്ക് പർച്ചേസ് ഉണ്ട്, ഇയർഫോൺ പർച്ചേസ് ചെയ്യണമായിരുന്നു. അത് വാങ്ങാൻ പോയി ഞങ്ങൾ. പിന്നെ അതിനുശേഷം അവിടെ ഒരു ചെറിയ ഷോപ്പിൽ കയറി ഫുഡ് കഴിച്ചു. പിന്നെ നമ്മളൊരു ഇയർഫോൺ വാങ്ങിയിട്ട് ഈ ഷോപ്പിൽ കയറി. അപ്പോൾ അവിടെ നിന്ന് ഇയർഫോണിന് കുറേ നേരം വെയിറ്റ് ചെയ്ത് അവിടെ എനിക്ക് പറ്റിയ ഇയർഫോൺ കിട്ടിയില്ല. പിന്നെ ഞാൻ സെജീറിനെ വിളിച്ച് സെജീറിൻ്റെ ഷോപ്പിൽ കയറി. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. സെജീറിൻ്റെ ഷോപ്പ് എൻ്റെ പെങ്ങളെ മോൻ്റെ ഷോപ്പിൽ നിന്നാണ് ഞാൻ ഇയർഫോൺ വാങ്ങിയത്. പിന്നെ ഇയർഫോൺ വാങ്ങിയതിന് ശേഷം ഫാവുനും ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞില്ലേ, ഫാസ്റ്റ് ഫുഡാണ്. എനിക്കതിൻ്റെ പേരൊന്നും അറിയില്ല. ഞാൻ പപ്പായൻ്റെ ഷേക്ക് കുടിച്ച്. ഫിദു പപ്പായ ഷേക്കാണ്, ഫാവ് ബത്തക്ക ജ്യൂസ്. ആ ഫുഡിൻ്റെ പേര് എനിക്കറിയില്ല ഗേസ്, എനിക്ക് വായിക്കൊള്ളാത്തൊരു പേരാണ്. അത് നല്ലോണം ഞാൻ കൂടുതലായിട്ട് കഴിച്ചതും. അത് കഴിച്ചിട്ട് നമ്മൾ പിന്നെ നമ്മുടെ തലശ്ശേരി ചെറുക്കരയിലെ വീട്ടിലേക്ക് പോയി. നോക്കുന്നൊക്കെ ഞാൻ കഴിക്കുന്ന കണ്ടിട്ട് ഞാനാ കഴിച്ചു തീർത്തത്. അതിനുശേഷം ചെറുക്കരെ വീട്ടിലെത്തിയത് രാത്രിയായിരുന്നു. കുറച്ചു നേരം അവരെ നിന്നതിന് ശേഷം ഫരീദയും മക്കളെല്ലാം എൻ്റെ വീട്ടിലേക്ക് വന്ന്. ഇത് ആലിമ നമ്മളെ വീട്ടിൽ നിന്ന് കളിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് വന്നു. മാഷാ അല്ലാ, ഒന്നും എനിക്ക് കൊടുക്കുന്നേ, ഒന്ന് നല്ലോണം കൊടുക്കേ. അതാ എനിക്ക് കൊടുക്കേ. ഇവരല്ല വന്നേ, അന്ന് കൊടുക്കാൻ പറ. ഗേസ് ഇത് നമ്മളെ ഫാലിയ കുട്ടിയാണ്, എൻ്റെ ട്യൂഷൻ ഗേളാണ്. ട്യൂഷൻ കഴിഞ്ഞതിന് ശേഷം അവൾ ആരും കൂട്ടാൻ വന്നിട്ടില്ല. അപ്പോൾ ഫിദു അവളെ ചെറിയൊരു മേക്ക് ഓവർ ചെയ്തതാ. ചെറുങ്ങനെ തരത്തിലുള്ള ഒരു മേക്ക് ഓവർ ആയിരുന്നു. ഗേസ് നമ്മൾ ഇന്ന് അന്നത്തെ ആ രാത്രി നമ്മൾ ഡിന്നറിന് KFC ആയിരുന്നേ. അപ്പോൾ അതെല്ലാം സപ്ലൈ ചെയ്യുന്നത് നമ്മളെ ആച്ചി മോള.
ഫിദു ആയിഷു തിന്നോ. ഓക്കെ ഗേസ്, വെൽക്കം ബാക്ക് ടു ജുനു ഫാമിലി. ഇത് ക്രിസ്മസ് വെക്കേഷൻ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് എൻ്റെ വീട്ടിൽ ഗസ്റ്റ് ഉണ്ട്, ഫരീദയും മക്കളും. അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ ഡിന്നർ ഒരുക്കിയിരിക്കുന്നത് എന്താണ്? KFC. എന്താണ് ആയിഷ? KFC എല്ലാരും കഴിക്കാണ്. ആച്ചി എന്താണ്? ആച്ചി ആലിൻ. അപ്പൊ ഇന്ന് നമ്മുടെ ഡിന്നർ KFC ആണ്. അപ്പൊ എല്ലാരും ഒന്നിച്ചിട്ട് കഴിക്കാൻ പോവാണ്. അതിന്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വരുന്നത്. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു. കടിച്ചു പൊട്ടിക്കാം. കടിച്ചു മുറിക്കുന്നുണ്ട്. ഇതിലെ ഞാൻ വെള്ളം കൊണ്ടുവയ്ക്കുന്നത്. ഗേസ്, വെള്ളത്തിന്റെ പാത്രമാണിത്. ഇവരെല്ലാം കൈലി മുക്കിയെടുത്തോ. ആയിഷ എങ്ങനെയുണ്ട് KFC? നമ്മൾ എവിടുന്നാ വാങ്ങിച്ചത്? ഏത് ഷോപ്പിന്നാ വാങ്ങിച്ചേ? ചോക്ലിയിലെ പേര് പറയും. ഒരാളൊന്ന് കടിച്ചു മുറിച്ച് തിന്നു കാണിച്ചു കൊടുത്താ. എങ്ങനെ നീ തിന്നുന്നേ കാണിച്ചു കൊടുത്താ? ഇതാണ് കുരുത്തം കെട്ട ആയിഷ. ഇവളെ ഇന്ന് ഫാലിയ പറയാ പാവാണെന്ന്. ആരെങ്കിലും ഇവളെ കണ്ട പാവാന്ന് പറയോ? പിന്നെ നമ്മളെ മോന് തിന്ന് നോക്ക്. മോഡൽ സ്കൂളെ താരാണ് ഇവര്. മോനും മോഡൽ സ്കൂളെ താരായിരുന്നു, ഇപ്പൊ ഇല്ല. എങ്ങനെ തിന്നുന്നേ? എങ്ങനെ തിന്നാ? ചിക്കൻ കാളി കാണിച്ചു കൊടുത്തിന്റെ കൈമ നേർക്ക് മൊഞ്ചിൽ പിടി. ഇത് ആയിഷാന്റെ ഇന്റെ മൊഞ്ചി പിടിക്ക്. എങ്ങനെ കടിക്കാ കാണിച്ച കഴിക്കേ. ആലിമില്ല ചിക്കൻ തിന്നാട് വെച്ചിരിക്കാണ് ഗേസ്. ആലിമ് എങ്ങനെയാ? കുരുത്തം കെട്ടതാ. ഇനി ഇവിടെ തിന്നുന്ന ഒന്നും കൂടി കാണിച്ചോ. വാ, അതാണ് പോത്താച്ചി. അന്നെടുക്കുന്നല്ലേ? ഇന്നല്ല ഗേസിനാ. എനിക്ക് ഇത്ര വലിയ പീസാണ് കിട്ടിയത്. ഇതാ ഇത്ര അടിപൊളിയല്ലേ? ബിസ്മി പറഞ്ഞിട്ടില്ല, സോറി. ബിസ്മില്ലാഹി ചപ്പാത്തി അത് വെറുതെ വായിട്ടെ. ഇതാണ് ജയിച്ചാൻ്റെ സാധനം. നമുക്ക് ചെറിയ ബന്നാണ്. ചെറിയ പാട്ട് നമുക്ക് വേണ്ട. ഞാൻ വെറുതെ ഇതിന് വീഡിയോയിൽ പറഞ്ഞതാ. പിന്നെ ഗേസ് അതിന്റെ കൂടെ ഒരു കട്ടൻ ചായ. ഞാൻ ഇങ്ങനെ കുടിക്കുന്ന കാണിച്ചാല് എന്നെ പറ്റിയ എന്റെ വീട്ടിലെ കുട്ടികൾ അടിപൊളി ചായ. ചായനെക്കാട്ടി ടേസ്റ്റ് എന്താ? അല്ല, എനിക്ക് ചിക്കനെക്കാട്ടി ടേസ്റ്റ് തോന്നി എനിക്ക് ചായയാണ് കേസ്. ചായ ഒന്ന് കുടിച്ച് നോക്ക്. കട്ടൻ ചായ കുറച്ച് ഏലക്കായ ഇട്ടോണ്ട് നല്ല രസമുണ്ട്. ഇനി ഞാന് അടിക്കാണ്ട ഗേസ്. അടിയായിരുന്നു ചിക്കന്. എത്ര ചിക്കൻ കൊടുത്തിട്ടുന്നറിയാം. എന്നിട്ട് അടിയുന്നത് ആച്ചിന്റെ ചിക്കൻ കട്ടുകൊണ്ടുപോയി. ആച്ചിന്റെ ചിക്കൻ ആഴ്ച കട്ടുകൊണ്ടുപോയി ഗേസ്. അതല്ലേ ഞാനിട്ടു. എന്നാ നോക്ക്. ശരി ഗേസ്, ഓളെ തൊണ്ട കൊടുങ്ങണ്ട. അങ്ങനെ അവര് പോന്നാണ് ഗേസ്. അവരിതാ ആലിമിനെ കണ്ട. ആലിമ് ഇന്ന് അവര് പോന്നാണ് ഗേസ്. ഇന്നാണ് അവര് പോകുന്ന ദിവസം.
ആലിം 5:55 6 മണിയാണ്. ഒമ്പതേ എടാ വെറുതെ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. പോവാണോ അച്ചി? അച്ചി പോവാണോ? മിസ്യൂരേ അച്ചിനെ മിസ്യൂരേ. ആയിട്ടില്ല, എടുക്കട്ടെ. റെഡി 1 2. മതി ആയിഷ മതി. ആരാ സത്യം പറ ആരാ? ഗേസ് ഹൃദയം പോകുന്നുണ്ട്. ഹൃദയം പോകുന്നു. ഹൃദയം ഇതൊരു അച്ചടക്കമാണ് എൻ്റെ ഹൃദയക്ക്. ഫർദാ ഹേ ഫർദാ ഫർദാ ഹേ ഫർദാ. ടൈറ്റ് കുത്തിയോലുണ്ട്. ഇത് ഞാൻ ഈ വീഡിയോ അങ്ങനെ അങ്ങ് പോയി. അതിനുശേഷം ട്യൂഷൻ ഉണ്ടായിരുന്നു ഗേസ്. എൻ്റെ പിള്ളേരൊക്കെ വന്ന് ഞാൻ ട്യൂഷൻ എടുത്ത് കുറച്ച് പിള്ളേരെ ഉണ്ടായിട്ടുള്ളൂ. ഫാവിൻ്റെ കുരുത്തക്കേട് കാരണം ഞാൻ കുറേ കുട്ടികളെ അങ്ങ് ഒഴിവാക്കി കളഞ്ഞ്. അപ്പോൾ കുറച്ച് കുട്ടികളുള്ളൂ. അപ്പോൾ ഞാൻ അവരെ ട്യൂഷൻ എടുക്കുകയാണ്. അവന് വായിക്കാൻ നല്ലോണം വായിച്ചു തന്നിട്ടുണ്ട് ഇംഗ്ലീഷ് അവന്. അപ്പോൾ അതിങ്ങനെ കേട്ട് അങ്ങനെ എനിക്ക് ഇന്ന് ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇന്നൊരു ലോങ് വീഡിയോ ആണ്. 2 ദിവസത്തെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.